ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഛത്തീസ്ഗഡിലെ അഭിപ്രായ സർവേയാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ 2024 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാഗത്ബന്ധൻ, ദേശീയ ജനാധിപത്യ സഖ്യം എന്ന രണ്ട് സഖ്യങ്ങളാണ് ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടുവാൻ പോകുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള മഹാഗത്ബന്ധൻ സഖ്യം, ആ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ ജാർഖണ്ഡ് മുക്തി മോർച്ച, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാഷ്ട്രീയ ജനതാദൾ, CPI എന്ന പാർട്ടികളാണ്. ഹേമന്ത് സോറൻ നേതൃത്വം നൽകുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ചയും രാമേശ്വര റോൺ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അഭയ് കുമാർ സിംഗ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ജനതാദളും ജനാർദ്ദൻ പ്രസാദ് നേതൃത്വം നൽകുന്ന CPIയും ഒറ്റക്കെട്ടായി മഹാഗത്ബന്ധന്റെ ഭാഗമായി ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ ബാബുലാൽ മറാണ്ടിയുടെ നേതൃത്വത്തിൽ BJPയും സുദേശ് മഹത്തോയുടെ നേതൃത്വത്തിൽ ആൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനും കമലേഷ് കുമാർ സിംഗിന്റെ നേതൃത്വത്തിൽ NCPയും കിരുമഹത്തോയുടെ നേതൃത്വത്തിൽ ജനതാദളും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായി ഏറ്റുമുട്ടുന്നു. 24 ജില്ലകളിലായി 81 നിയമസഭാ മണ്ഡലങ്ങളുള്ള ജാർഖണ്ഡിൽ ആ 24 ജില്ലകളിലെ 81 നിയമസഭാ മണ്ഡലങ്ങളിൽ ആരൊക്കെ വിജയിച്ചു വരും എന്ന സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പരിശോധിക്കാം ആരൊക്കെ ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്ന്. ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തെ നിയമസഭ ഭരിക്കുവാൻ പോകുന്നത് NDAയോ അതോ ഇന്ത്യ സഖ്യമോ എന്ന്. ഏറ്റവും ആദ്യം ധാൻബാദ് ജില്ലയാണ്. ധാൻബാദിലുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ ഒന്ന് കോൺഗ്രസിന്റെ സഖ്യവും 3 BJPയുടെ സഖ്യവും നേടിയെടുക്കുമെന്ന് അഭിപ്രായ സർവേ അവകാശപ്പെടുന്നു. ബൊക്കാറോ എന്ന രണ്ടാമത്തെ ജില്ല, അവിടെയും 4 നിയമസഭാ മണ്ഡലങ്ങൾ. 3 കോൺഗ്രസ് സഖ്യം, 1 BJP സഖ്യം. മൂന്നാമത്തെ ജില്ല ഛാത്രയാണ്. ഛാത്രയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 കോൺഗ്രസിന്റെ സഖ്യം വിജയിക്കും, 1 പോലും BJP സഖ്യം വിജയിക്കില്ല എന്ന് സർവേ ഫലം പറയുന്നു. രാഞ്ചി ജില്ലയിലെ 7 നിയമസഭാ മണ്ഡലത്തിൽ 3 കോൺഗ്രസിന്റെ സഖ്യവും 4 BJP സഖ്യവും വിജയിക്കും. ഗോദയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 കോൺഗ്രസ് സഖ്യവും 1 BJP സഖ്യവും. സഹീബ് ഗാഞ്ചിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 കോൺഗ്രസും 1 മാത്രം BJP സഖ്യവും വിജയിക്കും. ഗാർവയിലെ 2 നിയമസഭാ മണ്ഡലത്തിൽ 1 നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സഖ്യവും 1 നിയമസഭാ മണ്ഡലത്തിൽ BJP സഖ്യവും വിജയം കൈവരിക്കും. ഗുംല ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലത്തിൽ 2 കോൺഗ്രസ് സഖ്യവും 1 BJP സഖ്യവും വിജയിക്കുമെന്നാണ് അഭിപ്രായ സർവേ പറയുന്നത്. കൊഡർമ ജില്ലയിലെ 1 നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സഖ്യമാവും നിയമസഭാ മണ്ഡലം തൂത്തുവാരുമെന്ന സർവേ ഫലം പറയുന്നു. സറൈക്കാല ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലത്തിൽ 1 കോൺഗ്രസിന്റെ സഖ്യവും 3 BJP സഖ്യവും. ധൂംക എന്ന ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സഖ്യം 3 BJP സഖ്യം 2 വിജയിക്കും. രാജ്മഹൽ എന്ന ജില്ലയിൽ 2 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 1 കോൺഗ്രസിന്റെ സഖ്യവും 1 BJP സഖ്യവും. പക്കുട എന്ന ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലത്തിൽ 2 കോൺഗ്രസ്, 1 BJP സഖ്യം. ഗാംതാഡ എന്ന ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലത്തിൽ 1 കോൺഗ്രസിന്റെ സഖ്യവും 1 BJP സഖ്യവും. സിംദേഗ എന്ന ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലം, അതിൽ 2 കോൺഗ്രസിന്റെ സഖ്യം. BJPക്ക് അവിടെ സീറ്റ് നേടുവാൻ സാധിക്കില്ല എന്നാണ് സർവേ ഫലം പറയുന്നത്. ദേവ്ഗർ എന്ന ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലത്തിൽ 1 കോൺഗ്രസ് സഖ്യവും 2 BJP സഖ്യവും. പശ്ചിമ സിംഹഭൂമിയിലെ 5 നിയമസഭാ മണ്ഡലത്തിൽ 3 കോൺഗ്രസ് സഖ്യവും 2 BJP സഖ്യവും. ലോഹർദാഗ എന്ന ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലത്തിൽ 2 കോൺഗ്രസ് സഖ്യം. ഹസാരിബാഗ് എന്ന ജില്ലയിൽ 4 നിയമസഭാ മണ്ഡലം, അവിടെ 3 കോൺഗ്രസ് സഖ്യം, 1 മാത്രം BJP സഖ്യം. ഖുട്ടി എന്ന ജില്ലയിൽ 2 നിയമസഭാ മണ്ഡലം, അതിൽ 2 കോൺഗ്രസ് സഖ്യം തന്നെ വിജയിക്കുമെന്ന് അഭിപ്രായ സർവേ പറയുന്നു. പലാമു ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലത്തിൽ 2 കോൺഗ്രസ് സഖ്യം, 2 BJP സഖ്യം, 1 മറ്റുള്ളവർ. രാംഗാന്ധ് ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലത്തിൽ 2 കോൺഗ്രസ് സഖ്യം, BJP സഖ്യത്തിന് സീറ്റുകൾ നേടുവാൻ സാധിക്കില്ല എന്നാണ് സർവേ ഫലം പറയുന്നത്. പൂർവി സിംഹഭൂമിയിലെ 5 നിയമസഭാ മണ്ഡലത്തിൽ 3 കോൺഗ്രസ് സഖ്യവും 2 BJP സഖ്യവും, 1 മറ്റുള്ളവരും. ഗരീദി ജില്ലയിലെ 6 നിയമസഭാ മണ്ഡലത്തിൽ 5 കോൺഗ്രസ് സഖ്യവും 1 മാത്രം BJP സഖ്യവും. ഇങ്ങനെ പോവുകയാണ് 24 ജില്ലയിലെ 81 നിയമസഭാ മണ്ഡലങ്ങളിലെ സാധ്യതകൾ. അഭിപ്രായ സർവേയിൽ 81 നിയമസഭാ മണ്ഡലങ്ങളുള്ള ജാർഖണ്ഡിലെ 50 JMM കോൺഗ്രസ് സഖ്യം നേടും, അതായത് മഹാഗത്ബന്ധൻ സഖ്യം നേടും. ജാർഖണ്ഡ് മുക്തി മോർച്ചയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഷ്ട്രീയ ജനതാദളും CPIയും അടങ്ങുന്ന മഹാഗത്ബന്ധൻ നേടുവാൻ പോകുന്നത് 81 നിയമസഭാ മണ്ഡലങ്ങളിൽ 50. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള BJPയും ആൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനും NCPയും ജനതാദളും ഒരുമിച്ച് നിൽക്കുമ്പോൾ നേടുവാൻ പോകുന്നത് 29
നിയമസഭാ മണ്ഡലങ്ങൾ, മറ്റുള്ളവർ 2. ഇങ്ങനെ പോവുകയാണ് കണക്കുകൾ. എന്തായാലും പ്രാദേശിക തലത്തിലുള്ള സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അഭിപ്രായ സർവേയുടെ അടിസ്ഥാനത്തിൽ 81 സീറ്റുകളുള്ള ഝാർഖണ്ഡിൽ 50 ഇടവും കോൺഗ്രസ് സഖ്യം നേടുമ്പോൾ സ്വാഭാവികമായും ഝാർഖണ്ഡ് ഇന്ത്യ സഖ്യത്തോടൊപ്പം അല്ലെങ്കിൽ മഹാഗത്ബന്ധൻ സഖ്യത്തോടൊപ്പം നിലനിൽക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.